സൂം ഡെസ്റ്റിനി ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കുന്നുംപാറ ശ്രീ സുബ്രഹ്മണ്യ ക്ഷേത്രം വളരെ മനോഹരമായ ക്ഷേത്രം. NH-66 വാഴമുട്ടത്ത് നിന്നും പടികൾ കയറി ഇവിടെ എത്താം. വാഹനത്തിലാണെങ്കിൽ പൂങ്കുളത്ത് നിന്നും കുന്നുംപാറ ശ്രീ സുബ്രഹ്മണ്യ ക്ഷേത്രം റോഡ് അഥവാ KS റോഡ് വഴി ഇവിടെ എത്താം. മനോഹരമായ ഒരു പാറയുടെ മുകളിലാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ക്ഷേത്രത്തോടനുബന്ധിച്ച് ഒരു മഠവും പ്രവർത്തിക്കുന്നുണ്ട്. ക്ഷേത്രത്തിൻ്റെയും മറ്റു മനോഹര ദൃശ്യങ്ങളിലേക്കും കടക്കുന്നതിന് മുമ്പ് ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തേക്കുമല്ലോ. ഈ വഴി പടികൾ ഇറങ്ങിപ്പോയാൽ NH-66 വാഴമുട്ടത്ത് എത്താം. ഞങ്ങൾ ഇവിടെ എത്തുമ്പോൾ ക്ഷേത്ര ദർശനത്തിനുള്ള സമയം കഴിഞ്ഞു. ഏകദേശം ഉച്ചയായി. ക്ഷേത്രം അടച്ചിരിക്കുകയാണ്. അതുകൊണ്ട് അകത്ത് കയറാൻ പറ്റിയില്ല. മതിലിന് വെളിയിൽ നിന്നുള്ള ക്ഷേത്രത്തിൻ്റെ ദൃശ്യം മനോഹരം മാത്രമല്ല, നല്ല ശാന്തമായ അന്തരീക്ഷം, മനസ്സിന് കുളിർമയും സമാധാനവും തരുന്ന അന്തരീക്ഷം. അകത്ത് കയറാൻ പറ്റാത്തതിൽ വിഷമം തോന്നി. അതാണ് ശ്രീകോവിൽ. കടലിന് അഭിമുഖമായാണ് ശ്രീകോവിൽ സ്ഥിതി ചെയ്യുന്നത്. ശ്രീകോവിലിന് മുന്നിലെ കിടാവിളക്ക്. ശ്രീകോവിലിന് മുകളിലെ കൊത്തുപണികളും ബിംബങ്ങളും. കാർ പാർക്കിംഗ് ഏരിയ. പൂങ്കുളത്ത് നിന്നും KS റോഡ് വഴി വരുമ്പോൾ ഇവിടെയാണ് എത്തുന്നത്. ക്ഷേത്രത്തിന് പിന്നിൽ മുകളിലായാണ് ഈ സ്ഥലം. രാവിലെയും വൈകുന്നേരവും ധാരാളം മയിലുകൾ ഇവിടെ വരും. ക്ഷേത്രം ഓഫീസും മറ്റും. എപ്പോൾ ചെന്നാലും ഭക്ഷണം ലഭിക്കുമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. പാറയുടെ മുകളിൽ നിന്നുള്ള കടലിൻ്റെ ദൃശ്യം. ധാരാളം മത്സ്യബന്ധന ബോട്ടുകളെയും കാണാം. ഇവിടെ നിന്നും ഇടതുവശത്തേക്ക് കടലിലൂടെ പോയാൽ കോവളം ബീച്ചും അത് കഴിഞ്ഞാൽ വിഴിഞ്ഞം ഫിഷിംഗ് ഹാർബറും വിഴിഞ്ഞം ഇൻ്റർനാഷണൽ പോർട്ടും കാണാം. ക്ഷേത്രത്തിന് പിന്നിലെ പാറയാണിത്. ഈ കാട് പോലുള്ള സ്ഥലത്തിൻ്റെ പല ഭാഗത്തു നിന്നും മയിലുകളുടെ ശബ്ദം കേൾക്കാം. ക്ഷേത്ര ദർശന സമയത്ത് ഭക്ഷണം കിട്ടുമെന്നുള്ളതും പിന്നെ സുരക്ഷിതമാണെന്നുള്ള തോന്നലും കൊണ്ടാവാം ധാരാളം മയിലുകൾ ക്ഷേത്ര പരിസരത്തേക്ക് ആ സമയത്ത് വരും. ഒരു മത്സ്യബന്ധന ബോട്ട്. പാറയുടെ മുകളിൽ നിന്നുള്ള ക്ഷേത്രത്തിൻ്റെ ദൃശ്യം. ഈ പാറക്കെട്ടിന് പിന്നിൽ പഴയ ഒരു ക്വാറിയുണ്ട്. അവിടെ വെള്ളം കെട്ടിക്കിടക്കുകയാണ്. ക്വാറിയിലേക്ക് പോകാതിരിക്കുക. നല്ല താഴ്ചയുണ്ടാവും. വലിയ അപകട സാധ്യതയുമുണ്ട്. ഇത് മുൻപൊരു വലിയ പാറ ആയിരുന്നിരിക്കും. നമ്മൾ നിൽക്കുന്ന പാറക്കെട്ടിൽ നിന്നും കുറച്ച് ദൂരമുണ്ട് ക്വാറിയിലേക്ക്. ഫെൻസിങ്ങും കാണും. പൂങ്കുളത്ത് നിന്നും ഇവിടേക്ക് വരുന്ന വഴിയിൽ ഈ ക്വാറിയുടെ കുറച്ച് ഭാഗം കാണാം. അവിടെ ഫെൻസിംഗ് ഉണ്ട്. അപ്പോൾ ഇവിടെയും കാണും. ഞങ്ങൾ നിൽക്കുന്ന പാറക്കെട്ടിനും ക്വാറിക്കുമിടയിൽ ഒരു വാഴത്തോപ്പുണ്ട്. ഈ ക്വാറിക്ക് ചുറ്റുമുള്ള കാടുകളിൽ നിന്നാണ് മയിലുകളുടെ ശബ്ദം വരുന്നത്.
എതിർദിശയിൽ കടൽ. തിരികെ കയറാം. പാറയിൽ കൂടി നടന്നു കയറി. ഒരു തരം ജെട്രോഫ ചെടിയാണിത്. ഒരു ദുഃഖകരമായ കാര്യം പറഞ്ഞോട്ടെ, ഞങ്ങൾ ഇവിടെ വരുമ്പോൾ കേരളം അല്ല, നമ്മുടെ രാജ്യം തന്നെ ഒരു മഹാദുരന്തം നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് ഞങ്ങൾ ആ സംഭവം അറിഞ്ഞിട്ടില്ല. മറ്റൊന്നുമല്ല, വയനാട്ടിലെ ഉരുൾപൊട്ടൽ. എയർഫോഴ്സിൻ്റെ ഒരു ആവാക്സ് വിമാനം റഡാർ ഘടിപ്പിച്ചതാണ്. സാധാരണ ഇവിടെ കാണുന്നതല്ല. വയനാട്ടിലെ രക്ഷാപ്രവർത്തനത്തിനെ സഹായിക്കാൻ കൃത്യമായ കാലാവസ്ഥാ പ്രവചനത്തിനും മറ്റും വന്നതായിരിക്കും. ഒരു കള്ളിമുൾ ചെടി പൂത്തു നിൽക്കുന്നു. കള്ളിമുൾ ചെടി പൂത്തു നിൽക്കുന്നത് ഞാൻ ആദ്യമായി കാണുകയാണ്. നല്ല ഭംഗിയാണ് കാണാൻ. തിരികെ പോകുമ്പോൾ എടുത്ത ക്വാറിയുടെ മറ്റൊരു ദൃശ്യം. ഇവിടെ ഫെൻസിംഗ് ഉണ്ട്. ഫെൻസിങ്ങിന് മുകളിലൂടെ ക്യാമറ ഉയർത്തിപ്പിടിച്ചെടുത്ത ദൃശ്യം. ഫെൻസിങ്ങിന് ഒരൽപ്പം ദൂരെ മാറി നിന്നാണ് എടുത്തത്. സേഫ്റ്റി ഫസ്റ്റ്. കാണാൻ നല്ല ഭംഗിയുണ്ട്. എന്നാൽ ആ പാറക്കെട്ടുകൾ കുത്തനെ താഴേക്ക് പൊട്ടിച്ചെടുത്തിരിക്കുന്നത് കണ്ടോ? വളരെ ഡേഞ്ചറാണ്. കണ്ടാലേ നല്ല താഴ്ച ഉണ്ടെന്ന് തോന്നുന്നു. സമുദ്ര ബീച്ച് പാർക്ക് കോവളത്തിനടുത്ത് ജി.വി. രാജ റോഡിൽ സ്ഥിതി ചെയ്യുന്നു. പാർക്കിന്റെ എൻട്രൻസിനുള്ളിലൂടെ കടൽ കാണാൻ അടിപൊളി. സിനിമ, സീരിയൽ ഷൂട്ടിങ്ങിന്റെ സ്ഥിരം കേന്ദ്രമാണിത്. പ്രശസ്തമായ 2 റിസോർട്ടുകൾക്ക് നടുവിൽ ജി.വി. രാജ റോഡ് അവസാനിക്കുന്നിടത്ത് ഈ പാർക്ക് സ്ഥിതി ചെയ്യുന്നു. വലതുവശത്ത് ഉദയ് സമുദ്ര റിസോർട്ടും ഇടതുവശത്ത് KTDCയുടെ സമുദ്ര റിസോർട്ടും. നല്ല ദൃശ്യം. കേരളീയ കലാരൂപങ്ങളുടെ ചിത്രങ്ങൾ. കടപ്പുറം കുറച്ചുകൂടി വൃത്തിയായി മെയിൻറ്റെയിൻ ചെയ്യണം. കടൽ തിരമാലകൾ. പാർക്കിന്റെ കുറച്ച് ദൃശ്യങ്ങളാണിനി. കലാരൂപങ്ങളുടെ ചുവർച്ചിത്രം. കഥകളിയുടെ ചുവർച്ചിത്രം. പാർക്കിന് അടുത്തുള്ള ഒരു പാറക്കെട്ടിൽ നിന്നുള്ള ദൃശ്യം. ആകാശം മേഘാവൃതമാണ്. ഈ കാണുന്ന കടലിന്റെ ചക്രവാളത്ത് കൂടിയാണ് ഇന്റർനാഷണൽ ഷിപ്പിംഗ് റൂട്ട് കടന്നു പോകുന്നത്. ഏകദേശം 10 നോട്ടിക്കൽ മൈൽ അകലെ. ഇര തേടുന്ന ഒരു പരുന്ത്. കഴുത്തും തലയും വെള്ള നിറമാണ്. അതായത്
നമ്മൾ ശ്രീകൃഷ്ണ പരുന്ത് എന്ന് പറയുന്നവ. പരുന്തും കാക്കയും തമ്മിലുള്ള മത്സരം കാണാൻ നല്ല രസമാണ്. ആ കാണുന്ന ചുവന്ന കെട്ടിടം ഉദയ സമുദ്ര റിസോർട്ടിൻ്റെയാണ്. ഈ കാണുന്ന നടപ്പാതയിൽ വൈകുന്നേരം ധാരാളം തട്ടുകടകൾ ഉണ്ടാകും. പലതരം ഭക്ഷണങ്ങൾ ലഭിക്കും. ഉദയ സമുദ്ര റിസോർട്ട്. പരുന്ത് വീണ്ടും വന്നു. ഒരു പരുന്തിന് ഏകദേശം മണിക്കൂറിൽ 30 മൈൽ സ്പീഡിൽ പറക്കാനാവും. അതുപോലെ താഴേക്ക് ഡൈവ് ചെയ്യാൻ മണിക്കൂറിൽ 100 മൈൽ വേഗത്തിൽ വരെ ഇവയ്ക്ക് സാധിക്കും. പറക്കുന്ന സമയത്ത് ഇവയ്ക്ക് 2 മൈൽ ദൂരെയുള്ള മുയലിനെ വരെ വ്യക്തമായി കാണാം. ഏകദേശം 30 വർഷമാണ് ആയുസ്. വിവിധതരം പരുന്തുകളുണ്ട്. കടൽ പരുന്ത്, ശ്രീകൃഷ്ണ പരുന്ത്, അങ്ങനെ ഒരുപാട് വെറൈറ്റികളുണ്ട്. KTDCയുടെ സമുദ്ര റിസോർട്ടാണിത്. ആ കാണുന്നതാണ് കോവളം ബീച്ച്. കോവളം ഹവാ ബീച്ച് ഇതിനപ്പുറത്താണ്. അവിടെ തിരമാലകൾക്ക് ശക്തി കുറവാണ്. ഇവിടെ ശക്തി കൂടുതലും. അത് ITDCയുടെ പഴയ അശോക ഹോട്ടലാണ്. കേരളത്തിലെ ആദ്യത്തെ 5 സ്റ്റാർ ഹോട്ടൽ. ഇപ്പോൾ ലീല ഗ്രൂപ്പിൻ്റെ വക. ഇതിനപ്പുറം കോവളം ഹവാ ബീച്ച്. ഹവാ ബീച്ചിനപ്പുറം കോവളം ലൈറ്റ് ഹൗസ്. ലൈറ്റ് ഹൗസിനപ്പുറം വിഴിഞ്ഞം തുറമുഖം. കോവളം ജുമാ മസ്ജിദ്. KTDCയുടെ സമുദ്ര വളരെ മനോഹരമായ ഒരു റിസോർട്ടാണ്. ആ പരുന്ത് വീണ്ടും വന്നു. പരുന്ത് നമ്മുടെ ഇത്ര അടുത്ത് വന്നത് കാരണം വീഡിയോ എടുക്കാതിരിക്കാൻ തോന്നിയില്ല. ക്യാമറയ്ക്ക് പോസ് ചെയ്യുന്നതാണോ എന്നൊരു സംശയം. ഏതായാലും നല്ല ദൃശ്യങ്ങളാണ് കിട്ടിയത്. ചിറകനക്കാതെ പറന്ന് നിൽക്കുന്നത് കാണാൻ അടിപൊളി. അടുത്തതായി വെള്ളായണിയിലെ ഒരു ചീര ഫാം. ചുവന്ന ചീരയും പച്ചച്ചീരയും ഒക്കെ കൃഷിയുണ്ട്. ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ കമ്പ്യൂട്ടർ ഡെസ്ക്ടോപ്പിലെ പഴയ ചില വാൾപേപ്പറുകൾ ഓർമ്മ വരുന്നു. യൂറോപ്പിലെ ലാവൻഡറിൻ്റെയും മറ്റ് പൂക്കളുടെയും ഫാമുകളെപ്പറ്റി. അത്രത്തോളം വലുതും അറേഞ്ച്ഡും അല്ലെങ്കിലും ചുവന്ന ചീരയും പച്ചച്ചീരയും ഇങ്ങനെ ഇടകലർന്ന് വളർന്ന് നിൽക്കുന്നത് കാണാൻ നല്ല രസം.
പാടത്ത് ഒരു കൊക്ക് നിൽക്കുന്നു. വാഴത്തോപ്പിൽ ഒരു ഉപ്പൻ ഇരിപ്പുണ്ട്. പറന്നുപോയി. ഇവിടെ ചീരകൃഷി മാത്രമല്ല, മറ്റ് പല പച്ചക്കറികളും കൃഷി ചെയ്യുന്നുണ്ട്. വെള്ളായണി ഒരു കാർഷിക മേഖലയാണ്. വെള്ളായണി കാർഷിക കോളേജും ഇവിടെ അടുത്താണ്. പാവയ്ക്ക കൃഷി. വെള്ളായണി കായലും ഇവിടെ അടുത്താണ്. മനോഹരമായ ദൃശ്യങ്ങൾ. തിരുവനന്തപുരത്തിൻ്റെ ചില ലോക്കൽ ദൃശ്യങ്ങൾ അടങ്ങിയ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. കൂടാതെ ചാനൽ സന്ദർശിക്കുകയും വേണം. അപ്പോൾ അടുത്ത വീഡിയോയുമായി ഞാൻ വീണ്ടും എത്തുന്നതുവരെ ഗുഡ് ബൈ.